ക്രിട്ടിക്കൽ കേസ് അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണ്. നമ്മൾ ആ ആക്സിഡൻറ്റ് സോണിൽ പോകുമ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു, നമ്മൾ ഒരു ആംബുലൻസിൽ ഒരു ഡ്രൈവർ മാത്രമേ ഉണ്ടാവൂ. നമ്മൾ ഈ ഹൈഡ്രോളിക് ട്രോളിയാണ്. ഈ ട്രോളി ഇപ്പോൾ എല്ലാ വണ്ടിയിലും ഹൈഡ്രോളിക് ട്രോളി ഇപ്പം സജീവമായി. എന്നാലും ചില ഒമിനീസിൽ മാത്രമേ ഉള്ളൂ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്ന ട്രോളി. ഈ ഹൈഡ്രോളിക് ട്രോളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. 4 കാലുണ്ട്, പെട്ടെന്ന് അത് നിവരും. 2 സൈഡിലായിട്ട് പെട്ടെന്ന് നിവർന്നിട്ട് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവച്ച് 2 കാല് മടക്കി കഴിഞ്ഞാൽ നമുക്ക് താഴെ ഇറക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇറക്കി വെക്കണമെങ്കിൽ ഈ ഹെഡ് സൈഡിൽ ആരെങ്കിലും പിടിക്കണം. അപ്പോൾ ഒരു ആക്സിഡൻറ്റ് സോണിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ പോയാലും 19 പേരുണ്ടാവും. പക്ഷെ ഒരാൾ പോലും ആ ഒരു ട്രോളിയിൽ നിന്ന് പിടിക്കാൻ വരില്ല. ഞാൻ പലപ്പോഴും ഇപ്പോൾ തന്നെ ആലുവയിലെ ആ കേസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അവിടെ ചെന്ന സമയത്ത് ഒരാളോട് ഞാൻ തെറി പറഞ്ഞിട്ടാണ് ഒരാളെ ആ ട്രോളിയിൽ പിടിച്ചത്. ആ ഒരു പയ്യനെ എടുത്ത് കിടത്താൻ പോലും ഒരാളില്ല. ആരും വന്ന് പിടിക്കുക പോലും ഇല്ല. എല്ലാവരും ഇപ്പം വീഡിയോ എടുക്കുന്നതിൻ്റെയും ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. എന്തെങ്കിലുമൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് വ്യൂസ് കയറ്റുക, ലൈക്ക് കയറ്റുക. ആ ഒരു മെൻറ്റാലിറ്റിയിലോട്ട് ഇപ്പോൾ നമ്മുടെ സമൂഹം മാറിപ്പോയി. പിന്നെ ചിലരുണ്ട് ചോര കണ്ടു കഴിഞ്ഞാൽ തല ഇറങ്ങും, അല്ലെങ്കിൽ ചിലർക്ക് വൊമിറ്റിങ് ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ ഒഴിവാക്കി നിർത്തിയാൽ വേറെ കുറച്ച് സമൂഹം, ലൈക്ക് ഇപ്പം ഇനി വളർന്നു വരുന്ന ജനറേഷൻ, ഇപ്പം ഞാനൊക്കെ 90s ആൾക്കാരാണ്. ജെൻസി കാലഘട്ടം അങ്ങനെയൊക്കെയുള്ള കുറേ പിള്ളേരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടി നിൽക്കുന്ന കുറേ ആൾക്കാരെ ഞാൻ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്.